ഇന്ന് ജൂൺ 12 വെള്ളിയാഴ്ച. ഇടവം 29. ആതിഥേയ രാജ്യമായ മെക്സിക്കോ ആദ്യ മത്സരത്തിൽ തന്നെ ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിൽ അംഗം കുറിച്ചപ്പോൾ സഹ ആതിഥേയത്വം വഹിക്കുന്ന കാനഡയും യുഎസ്എയും ലോകകപ്പിൽ ആദ്യമായി ഒരു മലയാളി പന്ത് തട്ടുമോ എന്ന ആകാംക്ഷയിലാണ് ശനിയാഴ്ച രാത്രി ഖത്തറിൻ്റെ മത്സരത്തെ കേരളീയർ ഉറ്റുനോക്കുന്നത്. സ്വിറ്റ്സർലൻഡിനെതിരെ ഇറങ്ങുന്ന ഖത്തർ ടീമിൽ തഹ്സീൻ മുഹമ്മദ് ജംഷീദ് എന്ന തലശ്ശേരിക്കാരൻ. പോലീസ് തലപ്പത്ത് വൻ മാറ്റം. ക്രമസമാധാന ചുമതല എഡിജിപി പി വിജയന്. എച്ച് വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് മേധാവി. ഹോർമുസ് വീണ്ടും അടച്ചു. എല്ലാ കപ്പലുകൾക്കും നിരോധനമെന്ന് ഇറാൻ. യുഎസ് ആക്രമണം. കാണാതായ 3 ഇന്ത്യൻ നാവികരും മരിച്ചു. കോഴിക്കോട്ടെ നിപ്പ സമ്പർക്ക പട്ടികയിൽ 77 പേർ. വീട്ടമ്മമാരുടെ വേതനമെത്ര? മാസം 30,000. വീട്ടമ്മമാരുടെ വേതനം കണക്കാക്കി സുപ്രീം കോടതി. അവർ രാഷ്ട്ര നിർമ്മാതാക്കൾ. ടാങ്കർ ലോറി ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി എറണാകുളം തേവര അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിൻ്റെ കൈവരിയിൽ കുടുങ്ങി കായലിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്നു. പീഡനത്തിൽ നിന്ന് രക്ഷ നേടാൻ ആൺവേഷം കെട്ടി ജോലി. എന്നിട്ടും പീഡനം. 17-കാരിക്കു നേരെ ലൈംഗിക അതിക്രമം. ഒരാൾ അറസ്റ്റിൽ. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ട് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ ജെ ബിൻസി നൽകിയ പാസ് സ്വീകരിച്ച് മുന്നേറുന്ന വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിവ്ലി. മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും തടയാൻ സാങ്കേതികവിദ്യ. മലയാളി ഗവേഷകന് പേറ്റന്റ്. കേരളത്തിൽ തുടർച്ചയായുണ്ടാകുന്ന ഉരുൾപൊട്ടലുകൾക്കും മൺതിട്ട ഇടിയലുകൾക്കും പരിഹാരമായി മലയാളി ഗവേഷകൻ. യതീഷ് ചന്ദ്ര എറണാകുളം റേഞ്ച് ഡിഐജി. മഴ പെയ്താൽ പട്ടിമറ്റം വെള്ളത്തിലാവും. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ പട്ടിമറ്റം കവലയിലെ വെള്ളക്കെട്ട്. സപ്ലൈകോയ്ക്ക് പുതിയ വിപണന തന്ത്രം കൊണ്ടുവരും മന്ത്രി അനൂപ് ജേക്കബ്. 4 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. UP സ്വദേശികളായ 4 പേർ അറസ്റ്റിൽ. പെരുമ്പാവൂർ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ നടന്ന പരിശോധനയിൽ 4 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ്. ആവേശത്തിര. ഫുട്ബോൾ ലോകകപ്പിന് വർണ്ണാഭ തുടക്കം. ഇന്നത്തെ കളി. കനവിൽ കപ്പ്. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഇറാന് കനത്ത പ്രഹരമേൽപ്പിക്കും ട്രംപ്. ഹോർമുസിലെ അരക്ഷിത യാത്ര. 4 ദിവസത്തിനിടെ US ആക്രമിച്ചത് ഇന്ത്യൻ നാവികരുള്ള 3 കപ്പലുകൾ. അപലപിച്ച് ഇന്ത്യ.